നമ്മുടെ ലച്ചുണ്ണി എനിക്ക് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് തന്നതാണേ. പക്ഷെ ലച്ചുണ്ണിക്ക് ഒരു കണ്ടീഷൻ, ഞാനിത് ക്യാമറയുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യാവൂ. എന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം എന്താണ് ലച്ചുണ്ണിയുടെ ഐഡിയ എന്ന്. ലച്ചുണ്ണി ഇത് കണ്ടിട്ട് എന്തായാലും ഇത് മൊബൈൽ ഫോൺ അല്ല, ഇത് വേറെ എന്തോ സംഭവം. പറയാൻ പറ്റില്ല അച്ഛാ, ചിലപ്പോ ഫോണായിരിക്കും. അല്ല മോളെ, ഇത് ഫോണല്ല. ഇത് ലച്ചുണ്ണി എന്തോ പരിപാടി ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്തിട്ടപ്പോ അറിയാമല്ലോ എന്താ നിന്റെ പരിപാടി എന്ന്. ഒന്ന് പെട്ടെന്ന് തുറക്കുമല്ലേ? ഇത് ലച്ചുണ്ണി അവിടെ ഇവിടെ എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുക. മൊബൈൽ ഫോൺ അല്ല, അയ്യോ അല്ല, ജിംബല്. അയ്യോ, ലച്ചുണ്ണിക്ക് ഇത്ര ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ ലച്ചുണ്ണി എനിക്ക് അടിപൊളി ഒരു ജിംബൽ സമ്മാനമായിട്ട് തന്നിരിക്കുകയാണ്. ഇസിഗോ എക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ജിംബലാണ്. ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഏതായാലും ലച്ചുണ്ണിയുടെ സെലക്ഷൻ അടിപൊളിയാണ്. എന്നെ പോലുള്ള ബിഗിനേഴ്സിന് പറ്റിയ ഒരു ജിംബലാണിത്. ഏതായാലും ബോക്സിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് നമുക്ക് നോക്കാം. കാണണ്ടോ, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈസിന്ന് എഴുതിയിരിക്കുന്ന നല്ല അടിപൊളി ഒരു പൗച്ച്. കൊള്ളാം, നല്ല സൂപ്പർ സാധനമാണ്. നമുക്ക് ജിംബലൊക്കെ ഇതിനകത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്ത് കൊണ്ടുപോകാം. കൊള്ളാം, സൂപ്പർ. ഇനി അടുത്ത് എന്താണെന്ന് നോക്കാം ഇതിനകത്തുള്ളത്. ഒരു നല്ല അടിപൊളി ഒരു ട്രൈപോഡ്. കൊള്ളാം, സൂപ്പറാണല്ലോ. അത് കഴിഞ്ഞ് ഒരു ടൈപ്പ് സി കേബിള്. നെക്സ്റ്റ് നമ്മുടെ ജിംബൽ. ഇതാണ് നമ്മുടെ ജിംബൽ. ഇസിഗോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സൂപ്പർ ജിംബലാണിത്. ലച്ചുണ്ണി ഇത് എത്ര രൂപയ്ക്കാ മേടിച്ചേ? 6700 രൂപ. 6700 രൂപയോ? ആരാ ഹെൽപ്പ് ചെയ്ത് ഇത് വാങ്ങാൻ? അമ്മയും ചേച്ചി. എങ്ങനെയാ മേടിച്ചേ? ആമസോണിന്നോ? എനിക്ക് വയ്യ. ഞാൻ കഴിഞ്ഞ ദിവസം ജിംബലുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നേ. അപ്പൊ ഇവൾ അടുത്ത് വന്നിരുന്ന് കണ്ടിട്ട് പറ്റിച്ച പണിയായത്. ഈ ട്രൈപോഡൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ഇതിൽ AI ഫേസ് ട്രാക്കിങ്ങും ഒബ്ജക്റ്റ് ട്രാക്കിങ്ങും വയർലെസ് ചാർജിങ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഇനി ഏതായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അറിയാം. ഇതിൻ്റെ ആപ്ലിക്കേഷനൊന്നും ഞാൻ ഡൗൺലോഡ് ചെയ്തില്ല കേട്ടോ, അതൊക്കെ പിന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയുള്ള ആഫ്രോ മല്ലൂസിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ജിംബൽ വെച്ച് ഷൂട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ജോയിൻ സ്റ്റിക്ക് ഒക്കെ നല്ല അടിപൊളി സ്മൂത്താണ് കേട്ടോ. ഏതായാലും പുതിയൊരു ആഫ്രിക്കൻ വിശേഷവുമായി വീണ്ടും കാണാം.